കോഴിക്കോട് കോട്ടക്കടവിൽ വ്യാജ ഡോക്ടറെ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ TMH ആശുപത്രി അധികൃതരെയും പ്രതി ചേർക്കുമെന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രി അധികൃതർക്കും വീഴ്ച സംഭവിച്ചതായിട്ട് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. രാഹുൽ സുരേഷ് ആയിരുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ 4.5 വർഷമാണ് ഈ വ്യാജ ഡോക്ടർ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗികളെ ചികിത്സിച്ചത്. ഈ കാലം അത്രയും രോഗികളെ ചികിത്സിച്ചിട്ടും ഇത് വ്യാജ ഡോക്ടറാണെന്ന് കണ്ടെത്താൻ ആർക്കും ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ മാസം 23-ാം തീയതി പൂച്ചേരിക്കുന്ന് സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാർ മരിച്ചതോടെയാണ് ഈ വ്യാജ ഡോക്ടറുടെ വ്യാജ കളികൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഈ വ്യാജ ഡോക്ടർക്ക് പണി നൽകിയ ആശുപത്രിക്കെതിരെ പണി വരുന്നുണ്ട്. ഇയാളെ നിയമിച്ചതിൽ ഈ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതു സ്ഥാപനത്തിലാണെങ്കിലും ഒരാളെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ രേഖകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഈ വ്യാജ ഡോക്ടറെ നിയമിച്ചപ്പോൾ ഈ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ഫറൂഖ് ACPയുടെ നേതൃത്വത്തിൽ ഫറൂഖ് പോലീസ് ഈ ആശുപത്രിയിൽ വിശദമായി തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ വ്യാജ ഡോക്ടറായിട്ടുള്ള പ്രതിയായിട്ടുള്ള അബു എബ്രഹാം ലൂക്കിന്റെ മുഴുവൻ രേഖകളും ആശുപത്രിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പ്രതിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട രേഖകളും ആശുപത്രിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും കാര്യക്ഷമമായി തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ആശുപത്രി അധികൃതരെ പ്രതി ചേർക്കുമെന്നാണ് ഫറൂഖ് ACP ഏറ്റവും ഒടുവിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ നടപടിയും TMH ആശുപത്രിക്കെതിരെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN.